നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ബൈബിള് പൂർണ്ണമാണ്. ആഫ്രിക്കയിലെ എത്യോപ്യയിൽ ഇതിലും വിപുലമായ 81 പുസ്തകങ്ങളുള്ള മറ്റൊരു ബൈബിളുണ്ട്. ലോകശക്തികൾ വ്യാജമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ വത്തിക്കാൻ പോലും വെട്ടിമാറ്റിയ ആ 15 പുസ്തകങ്ങളിൽ എന്താണുള്ളത്? എത്യോപ്യയിൽ AD 330 തന്നെ ക്രിസ്തുമതം ഔദ്യോഗികമാവുകയും ബൈബിൾ വിവർത്തനം തുടങ്ങുകയും ചെയ്തു. എന്നാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ബൈബിൾ രൂപപ്പെട്ടത് റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലാണ്. AD 382 റോമിൽ നടന്ന കൌൺസിലിൽ വെച്ച് സഭാ നേതാക്കൾ അവരൊരു സെലക്ഷൻ നടത്തി സഭയുടെ അധികാരത്തിനും വിശ്വാസത്തിനും ചേരുന്ന 73 പുസ്തകങ്ങൾ മാത്രം അവർ തിരഞ്ഞെടുത്തു. ബാക്കിയുള്ളവ നിഗൂഢമാണെന്നും സാധാരണക്കാരെ വഴിതെറ്റിക്കുമെന്നും പറഞ്ഞ് അവർ ഒഴിവാക്കി. പിന്നീട് 16ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതറിന്റെ കാലത്ത് പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഇതിൽ നിന്നും വീണ്ടും 7 പുസ്തകങ്ങൾ വെട്ടിമാറ്റി. റോം തള്ളിക്കളഞ്ഞ ബുക്ക് ഓഫ് ഈനോക്ക്, ജൂബിലീസ് തുടങ്ങിയ അമൂല്യ ഗ്രന്ഥങ്ങൾ ഇന്നും എത്യോപ്യൻ ബൈബിളിൽ സുരക്ഷിതമാണ്. AD 4ാം നൂറ്റാണ്ടിലേതെന്ന് കാർബൺ ഡേറ്റിംഗ് വഴി തെളിയിക്കപ്പെട്ട ഗരിമ സുവിശേഷങ്ങൾ ഇതിന് തെളിവാണ്. ഒരേ ഉറവിടത്തിൽ നിന്ന് ഉണ്ടായതാണെങ്കിലും എന്തുകൊണ്ടാണ് ചരിത്രകാരന്മാർ എത്യോപ്യൻ ബൈബിളിനെ തഴയുന്നത്? 1947 ചാവകടലിൽ നിന്ന് ലഭിച്ച ചുരുളുകളിൽ ഈ എത്യോപ്യൻ ബൈബിളിൽ മാത്രം കണ്ടുവരുന്ന പുസ്തകങ്ങളുടെ എബ്രായ ലിപികൾ ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് സഭകൾ ഇന്നും ഇത് അംഗീകരിക്കുന്നില്ല? കാരണം ഇതിലെ അറിവുകൾ അപകടകരമാണ്. മാലാഖമാരും മനുഷ്യരും ചേർന്നുണ്ടായ നെഫിലുകൾ എന്ന ഭീമകാരന്മാരെ കുറിച്ചും പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെക്കുറിച്ചും ഇതിൽ വിവരിക്കുന്നുണ്ട്. സഭയുടെ അധികാരം നിലനിർത്താൻ ഇത്തരം അപകടകരമായ അറിവുകൾ ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു. അന്യഗ്രഹ ജീവികളെ പോലുള്ള ജീവികളെക്കുറിച്ചും മാലാഖമാരുടെ നിഗൂഢ ലോകത്തെക്കുറിച്ചും പറയുന്ന ഈ എത്യോപ്യൻ ബൈബിളാണോ നമ്മുടെ യഥാർത്ഥ ബൈബിൾ? That's quite a lot to unpack. നമ്മുടെ നാട്ടിൽ ഇന്ന് കോൺസ്പിറസി തിയറീസ് വല്ലാതെ വൈറലാവുന്നുണ്ട്. ഈ കോൺസ്പിറസീസ് പറയുന്ന ആൾക്കാർ സാധാരണ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കുറേ അധികം ഇൻഫർമേഷൻ ഇങ്ങനെ പാക്ക് ചെയ്ത് പറയും. അത് കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് തോന്നും ഇതിനകത്ത് എന്തോ കാര്യമുണ്ടോ എന്ന്. അത് ജനറലി ഒരു കോൺസ്പിറസി തിയറി പറയുന്ന ആൾക്കാരുടെ ഫോമാറ്റാണ്. അത് മാത്രമല്ല, പറയുന്ന കാര്യങ്ങളിൽ ചിലതൊക്കെയും അല്പസത്യങ്ങൾ കാണും. ആ അല്പസത്യങ്ങളെ ബേസ് ചെയ്തായിരിക്കും ഒരു എൻറ്റയർ വെബ് ഓഫ് കോൺസ്പിറസി ഇവർ ബിൽഡ് ചെയ്യുന്നത്. ഈ മാസ്ക് ഇട്ട ചേച്ചിയും ചെയ്യുന്നത് എക്സാക്ട്ലി അത് തന്നെയാണ്. വി വിൽ അൺപാക്ക് വൺ ബൈ വൺ. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവർ തന്നെ പറയുന്നുണ്ട് ഈ പറയുന്ന കാര്യം മെയിൻ സ്ട്രീം ഹിസ്റ്റോറിയൻസ് അംഗീകരിക്കുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ് ചരിത്രകാരന്മാർ എത്യോപ്യൻ ബൈബിളിനെ തഴയുന്നത്? Actually rightly said, the claim lacks any sort of academic credibility. അതായത് ഹിസ്റ്റോറിയൻസ് ആരും സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു ക്ലെയിം അല്ല. അതെന്തുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കാം. സോ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ വീഡിയോ ഈ ക്ലെയിം എത്യോപ്യൻ ബൈബിൾ മാത്രമല്ല ഇതുപോലെ പല ക്ലെയിംസും കോൺസ്പിറസി തിയറീസും ഇന്റർനെറ്റിൽ പോപ്പുലർ ആക്കിയ ഒരു വ്യക്തിയാണ് ബില്ലി കാർസൺ. അദ്ദേഹം കഴിഞ്ഞിടയ്ക്ക് ഇതേ കാര്യങ്ങൾ പറയുകയും അത് അക്കാഡമിക്കുമായിട്ട് ആദ്യമായിട്ട് വന്ന് സംസാരിച്ചപ്പോൾ എക്സ്പോസ് ആയ കാര്യം കൂടെ പറഞ്ഞു ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ഹെർ ക്ലെയിംസ് വൺ ബൈ വൺ. സോ ക്ലെയിം നമ്പർ 1, എത്യോപ്യൻ ബൈബിളാണ് ലോകത്തിലെ ഏറ്റവും പുരാതനമായ ഒറിജിനൽ ബൈബിൾ. 81 പുസ്തകങ്ങൾ അടങ്ങുന്ന ഈ ബൈബിളിൽ നിന്ന് പല പുസ്തകങ്ങളും വാറ്റിക്കനും ലോകശക്തികളോട് ചേർന്ന് വെട്ടിമാറ്റിയാണ് ഇന്ന് നമ്മൾ കാണുന്ന ബൈബിളിലേക്ക് എത്തിയത്. സൗണ്ട്സ് ഫാന്റാസ്റ്റിക് ബട്ട് ഈസ് ആൻ ആബ്സല്യൂട്ട് ലൈ. ഇതിനിവർ കാരണമായിട്ട് പറയുന്നത് AD 331 തന്നെ എത്യോപ്യയിൽ ക്രിസ്ത്യാനിറ്റി ബിക്കെയിം ദി ഒഫീഷ്യൽ റിലിജൻ. അതിന് വളരെ വർഷങ്ങൾക്ക് ശേഷം AD 380 റോം ഒഫീഷ്യലി ബിക്കംസ് എ ക്രിസ്ത്യൻ സ്റ്റേറ്റ്. ആ പറഞ്ഞത് സത്യമാണ്. പക്ഷേ ഇവിടെയും ഒരു ക്യാവിയേറ്റായിട്ട് ഓർത്തിരിക്കേണ്ടത് 312 തന്നെ റോമിൽ ക്രിസ്ത്യാനിറ്റി ഹാഡ് ബിക്കം ലീഗൽ വിത്ത് ദ കൺവേർഷൻ ഓഫ് കോൺസ്റ്റന്റീൻ ക്രിസ്തുമതം സ്വീകരിക്കുന്നതോടുകൂടെ തന്നെ റോം ഹാഡ് ലീഗലൈസ്ഡ് ക്രിസ്ത്യാനിറ്റി. 330 ക്രിസ്ത്യാനിറ്റി എത്യോപ്യയിൽ ഒഫീഷ്യൽ റിലീജൻ ആകുന്ന ആ ചരിത്രം തന്നെ പരിശോധിച്ചാൽ ഈ മാസ്ക് ചേച്ചി പറയുന്ന കോൺസ്പിറസി കംപ്ലീറ്റ്ലി ഫോൾസ് ഫ്ലാറ്റ്. അതായത് 331 ഫ്രുമിൻഷ്യസ് എന്ന ക്രിസ്ത്യൻ മിഷണറിയെ അലക്സാൻഡ്രിയയിൽ നിന്ന് സഭാപിതാവായ അത്തനേഷ്യസ് അദ്ദേഹത്തെ എത്യോപ്യയിലെ ബിഷപ്പായി നിയമിച്ച് കോൺസിക്രേറ്റ് ചെയ്ത് അദ്ദേഹത്തെ അവിടേക്ക് അയക്കുന്നത്. ഫ്രുമിൻഷ്യസ് അവിടേക്ക് വരികയും എത്യോപ്യയെ ക്രിസ്ത്യനൈസ് ചെയ്ത് എത്യോപ്യയിലെ ആദ്യത്തെ ബിഷപ്പായി തീരുകയാണ്. നൗ ഹിയർ ഇസ് ദ കീ ഡീറ്റെയിൽ. ഇന്ന് ട്രിനിറ്റിയുടെ തൃത്വത്തിൻ്റെ ചരിത്രമൊക്കെ പറയുമ്പോൾ ആദ്യ നൂറ്റാണ്ടുകളിൽ സഭ നേരിട്ട വളരെ രൂക്ഷമായ ഒരു ഹെററ്റിക്കൽ മൂവ്മെന്റ് ആണ് ഏരിയനിസം. യേശുവിന്റെ ദൈവത്തെ ചോദ്യം ചെയ്ത ഒരു തിയോളജി. ഏരിയനിസത്തെ ഏറ്റവും വ്യക്തമായി ഖണ്ഡിച്ച സഭാപിതാവാണ് അത്തനേഷ്യസ്. അപ്പോൾ ഈ അത്തനേഷ്യസ് അയച്ച ഫ്രുമിൻഷ്യസ് ആണ് ക്രിസ്ത്യാനിറ്റി എത്യോപ്യയിലേക്ക് കൊണ്ടുവരികയും അവിടെ ക്രിസ്ത്യാനിറ്റി ഒഫീഷ്യൽ മതമായി തീരുവാനുള്ള കാരണമായി തീർന്നത്. അപ്പോൾ അവിടുന്ന് തന്നെ ചരിത്രകാരന്മാർക്ക് അനുമാനിക്കുവാൻ കഴിയും അത്തനേഷ്യസ് അംഗീകരിച്ച് നൽകിയ ബിബ്ലിക്കൽ പുസ്തകങ്ങളായിരിക്കണം ഫ്രുമിൻഷ്യസ് എത്യോപ്യയിലേക്ക് എത്തിക്കുന്നത്. അത്തനേഷ്യസിന്റെ എഴുത്തുകളിൽ കൃത്യമായിട്ട് ഇന്ന് നമ്മൾ കാണുന്ന 66 പുസ്തകങ്ങൾ അടങ്ങുന്ന ബൈബിൾ കാനൺ ശരിവെക്കുന്നുണ്ട്. കത്തോലിക്ക ബൈബിളിലെ പഴയ നിയമത്തിലുള്ള എക്സ്ട്രാ 7 പുസ്തകങ്ങൾ അദ്ദേഹം സ്ക്രിപ്ചറായിട്ട് എടുക്കുന്നില്ല, ഓൾദോ ഹി ട്രീറ്റ്സ് ദം ഇൻ ഹൈ റിഗാർഡ്. അപ്പോൾ 4ാം നൂറ്റാണ്ടിൽ എത്യോപ്യയിൽ എത്തിയ ബിബ്ലിക്കൽ കാനൺ വുഡ് ബി ദ സെയിം 66 ബുക്സ് ദാറ്റ് വി ഹാവ് ടുഡേ. ഇവിടെ മറ്റൊരു ഡിസോണസ്റ്റ് ഈ കോൺസ്പിറസി തിയറി സ്ഥാപിക്കുവാൻ വേണ്ടി ഈ ചേച്ചി ശ്രമിക്കുന്നുണ്ട്. അതായത് ഗരീമ സുവിശേഷം, റോം തള്ളിക്കളഞ്ഞ ബുക്ക് ഓഫ് ഈനോക്ക്, ജൂബിലീസ് തുടങ്ങിയ അമൂല്യ ഗ്രന്ഥങ്ങൾ ഇന്നും എത്യോപ്യൻ ബൈബിളിൽ സുരക്ഷിതമാണ്. AD 4ാം നൂറ്റാണ്ടിലേതെന്ന് കാർബൺ ഡേറ്റിംഗ് വഴി തെളിയിക്കപ്പെട്ട ഗരിമ സുവിശേഷങ്ങൾ ഇതിന് തെളിവാണ്. പക്ഷെ എന്താണ് ഈ ഗരീമ സുവിശേഷം എന്ന് വളരെ കൺവീനിയന്റ് ആയിട്ട് ഇദ്ദേഹം പറയാതെ പോകുന്നു. നമ്മുടെ കയ്യിലുള്ള മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹനാൻ എന്ന 4 സുവിശേഷങ്ങളാണ് ഗരീമ സുവിശേഷങ്ങൾ. അതായത്
ഇന്ന് നാം ബൈബിളിന്റെ പല ഇലസ്ട്രേറ്റഡ് ബുക്സും കാണുന്നത് പോലെ ഏറ്റവും പുരാതനമായ ഇലസ്ട്രേറ്റഡ് വേർഷൻ ഓഫ് ദ ഗോസ്പിൾസ് ആണ് ഗരീമ ഗ്രന്ഥങ്ങൾ. ബട്ട് ഇറ്റ് ഈസ് എക്സാക്ട്ലി ദ സെയിം ആസ് ദ 4 ഗോസ്പിൾസ് ദാറ്റ് വി ഹാവ്. അപ്പോൾ ഇന്ന് നാം കാണുന്ന ബിബ്ലിക്കൽ കാനൻ 66 പുസ്തകങ്ങൾ അടങ്ങുന്ന കാനൻ ആണ് ഇത്യോപ്യയിലേക്ക് ആദ്യം എത്തിയെങ്കിൽ വേർ ഡസ് ദ 81 ബുക്സ് കം ഫ്രം? ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇത്യോപ്യൻ ബൈബിൾ എന്ന് ഇവർ പറയുന്ന 81 ബുക്സ് ഉള്ള കാനന്റെ ഏർലിയസ്റ്റ് എവിഡൻസ് നമുക്ക് കിട്ടുന്നത് ഏകദേശം 12ാം നൂറ്റാണ്ട് മുതൽ 14ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിലാണ്, നോട്ട് ഇൻ ദ 4th century. ഇവിടെ വളരെ ഫണ്ണിയായിട്ട് എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം ഇവർ ഡെഡ് സീ സ്ക്രോൾസിനെ പറ്റി പറയുന്നതാണ്. അതായത് ഈ ചാവുകളുടെ കൃതികളിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ച ഡെഡ് സീ സ്ക്രോൾസിൽ ഈ പറയുന്ന പുസ്തകങ്ങൾ ഇനോക്കും ജുബിലീസും പോലുള്ള പല പുസ്തകങ്ങളുടെയും പതിപ്പുകൾ കിട്ടി. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇന്നും ബൈബിളിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാത്തത്? അവിടെ തന്നെ വ്യക്തമാണ് ഡെഡ് സീ സ്ക്രോൾസിനെ പറ്റി പറയുന്ന ആൾക്ക് വലിയ ധാരണയില്ല. യേശുവിനോട് അടുക്കുന്ന നൂറ്റാണ്ടുകളിൽ ഇന്റർ ടെസ്റ്റ്മെന്റൽ പീരിയഡിൽ ഇവോൾവ് ആയി വന്ന പല ജൂയിഷ് സെക്ടേറിയൻ ഗ്രൂപ്പുകളുണ്ട്. സദൂക്യർ, ഫരീഷർ, ഇവരെയൊക്കെ നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയും. അതുപോലെ ഒരു അതിതീവ്ര ഗ്രൂപ്പായിരുന്നു എസ്സീൻസ്. ഇവർ പ്രിസർവ് ചെയ്ത് കോപ്പി ചെയ്ത പല എഴുത്തുകളുടെയും ഒരു ശേഖരമാണ് ഡെഡ് സീ സ്ക്രോൾസ്. അവയിൽ നാം ഇന്ന് കാണുന്ന പഴയ നിയമമുണ്ട്. അതുപോലെ തന്നെ ഇന്റർ ടെസ്റ്റ്മെന്റൽ പീരീഡിൽ ആ കാലഘട്ടങ്ങളിൽ ഇവോൾവ് ആയി വന്ന പല എഴുത്തുകളും ഇവർ വായിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തു എന്നതിന് നമുക്ക് തെളിവുണ്ട്. അതായത് ഈ പറയുന്ന ഇനോക്കിന്റെ ഗ്രന്ഥവും ജൂബിലീസും ഒക്കെ ഈ പീരിയഡിൽ ഇവോൾവ് ആയി വന്ന ഗ്രന്ഥങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ഈ ഇനോക്കിന്റെ പുസ്തകത്തിന് ഒരു അതോറിറ്റി നൽകുവാൻ വേണ്ടിയാണ് മുമ്പുണ്ടായിരുന്ന ബിബ്ലിക്കൽ ഫിഗറായി ഇനോക്കിന്റെ പേര് നൽകുന്നത്. ആ പുസ്തകങ്ങളിൽ ചില ജെനുവിൻ ഓറൽ ട്രഡീഷൻസ് മൈറ്റ് ഹാവ് ബീൻ പ്രിസർവ്ഡ്, പക്ഷെ അവയെ സ്ക്രിപ്ചർ ആയിട്ട് അംഗീകരിക്കുന്നില്ല. യഹൂദന്മാർ പോലും അംഗീകരിച്ച് ഇല്ല എന്നതിന്റെ തെളിവാണ് ഇന്ന് അവർ ഉപയോഗിക്കുന്ന സ്ക്രിപ്ചേഴ്സ്. തനാക്ക് മാത്രം നോക്കിയാൽ മതി. അതിൽ കൃത്യമായിട്ട് നാം പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ കാണുന്ന അതേ പുസ്തകങ്ങളാണ് ഇന്നത്തെ ജൂയിഷ് ബൈബിളിലും പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ചരിത്രകാരന്മാരെല്ലാം തന്നെ ഇവയെ ഡേറ്റ് ചെയ്യുന്നത് ബിറ്റ്വീൻ 2nd and 3rd century BC ആണ്. അപ്പോൾ ഇനോക്ക് എന്ന പേര് ഇവർ ഉപയോഗിക്കുമ്പോഴും ഇനോക്ക് ജീവിച്ചതിന് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പുസ്തകങ്ങൾ നിർമ്മിക്കുകയും പല സ്പെക്കുലേഷൻസും അന്നത്തെ തിയോളജിക്കൽ ചർച്ചകളും നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആദ്യ നൂറ്റാണ്ടുകൾ ഈ പുസ്തകങ്ങൾ ചർച്ച ചെയ്തു എന്നതിൻ്റെ ഒരു തെളിവാണ് കൊളോസ്യ ലേഖനത്തിൽ ഇതുപോലത്തെ സ്പെക്കുലേഷൻസിനെ പൗലൂസ് ഖണ്ഡിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദാറ്റ് ലീഡ്സ് മീ ടു ദ ഫൈനൽ പോയിന്റ്. ഈ പുസ്തകങ്ങളുടെ ഉള്ളടക്കം ഈ ചേച്ചി പറയുന്നത് എന്തോ ഗുപ്തമായ സീക്രട്ട് നോളജ്, ടിപ്പിക്കൽ കോൺസ്പിറസി ലാംഗ്വേജ് ആണ്. ജനങ്ങൾ അറിയുവാൻ പാടില്ലാത്ത ചില ഗുപ്തമായ കാര്യങ്ങൾ ഈ പുസ്തകങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ വാറ്റിക്കാനും ലോകശക്തികളും എല്ലാം കൂടെ ചേർന്ന് ഇവയെല്ലാം ബാൻ ചെയ്ത്, അവിടെ തന്നെ ഞാൻ പറഞ്ഞ പോലെ യഹൂദന്മാരും ക്രിസ്ത്യാനികളും എല്ലാം തന്നെ ഈ പുസ്തകങ്ങൾ വായിക്കുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്തായിട്ട് നമുക്ക് കൃത്യമായിട്ട് അതിനുള്ള തെളിവുകൾ നമുക്ക് കാണുവാൻ കഴിയും. ആദ്യ നൂറ്റാണ്ടുകളിൽ ഇത്യോപ്യയിൽ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലും ഉൾപ്പെടെ ഇവയെ ബാൻ ചെയ്യാനോ റെസ്ട്രിക്ട് ചെയ്യാനുള്ള ഒരു ശ്രമവും സഭ നടത്തിയിട്ടില്ല. ഇവ തന്നെ പറയുന്നുണ്ട് പിൽക്കാലത്ത് ഈ പാശ്ചാത്യ ലോകം യൂറോപ്പ് ശക്തി ആർജിച്ചപ്പോൾ ലോകമെമ്പാടും ഫിൽറ്റേർഡ് ചെയ്ത ബൈബിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെന്ന്. പാശ്ചാത്യ രാജ്യങ്ങൾ ലോകം ഭരിച്ചപ്പോൾ അവർ അവരുടെ ഫിൽറ്റർ ചെയ്ത ബൈബിൾ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇത് ബാൻ ചെയ്യാനായിരുന്നെങ്കിൽ മറ്റ് മതങ്ങളിലൊക്കെ മാനുസ്ക്രിപ്റ്റ്സ് നശിപ്പിച്ച് കളഞ്ഞതുപോലെ ഈ മാനുസ്ക്രിപ്റ്റ്സ് നശിപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇന്നും നമുക്ക് ഫ്രീലി ഇനോക്കിന്റെ പുസ്തകങ്ങളും മറ്റു പുസ്തകങ്ങളൊക്കെ ഫ്രീലി നിങ്ങൾക്ക് വായിക്കുവാൻ കഴിയും. അതിനകത്ത് ഗുപ്തമായിട്ട് സീക്രട്ട് നോളജ് ഒന്നും തന്നെ കാണുവാൻ കഴിയുകയില്ല. ഇന്നത്തെ മോഡേൺ ഏലിയൻസ് പോലുള്ള കൺസെപ്റ്റ് അവിടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഇത്യോപ്യൻ ബൈബിളെ പറ്റി നിങ്ങൾ നോക്കിയാൽ ഇത് പലതവണ ഇന്റർനെറ്റ് റിപ്പീറ്റ് ചെയ്ത് ഇന്റർനെറ്റ് അൽഗോരിതം തന്നെ പോപ്പുലറൈസ് ചെയ്ത ഒരു കോൺസ്പിറസി തിയറിയാണ്. പാശ്ചാത്യ ലോകത്ത് ഈ ക്ലെയിം വളരെയധികം സെൻസേഷനലൈസ് ചെയ്യുകയും പോപ്പുലറൈസ് ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ് ബില്ലി കാർസൺ. They actually have one of the most complete Bibles that exists, and they have the full book of Enoch in the Ethiopian Bible. It's the only Bible that has the book of Enoch in it. All of the Bibles around the world, the book of Enoch was left out. ഒരു സെൽഫ് പ്രൊക്ലെയിംഡ് പണ്ഡിതനായ ഇദ്ദേഹം പല പോഡ്കാസ്റ്റുകളിലും പല ചാനലുകളിലും ചെന്ന് ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വൈറലാക്കുകയുണ്ടായി. ചില മാസങ്ങൾക്ക് മുൻപ് അൺഫോർച്ചുനേറ്റ് എന്ന് പറയട്ടെ അദ്ദേഹത്തിന് ഇദ്ദേഹം ഒരു ആക്ച്വൽ അക്കാഡമിക് സ്കോളറിന്റെ മുമ്പിൽ വന്ന് പെട്ടു. വെസ്ഹഫും ബില്ലി കാർസന്റെ ഡിബേറ്റിനെ പറ്റി നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. ഇദ്ദേഹത്തിന്റെ കരിയർ തന്നെ എൻഡ് ചെയ്യുന്ന, കച്ചവടം പൂട്ടുന്ന ഒരു ഡിബേറ്റ് ആയിരുന്നത്. വെസ്ഹഫ് അക്കമിട്ട് ഇദ്ദേഹം പറഞ്ഞ ക്ലെയിംസിനുള്ള എവിഡൻസുകൾ ചോദിക്കുകയും അദ്ദേഹം കംപ്ലീറ്റ്ലി എക്സ്പോസ് ആയി. ബില്ലി കാർസൺ ഈ ഡിബേറ്റ് യൂട്യൂബിൽ നിന്ന് എടുത്തു മാറ്റുവാൻ വേണ്ടി ലീഗൽ നോട്ടീസ് അയച്ച് അദ്ദേഹം ഈ ഡിബേറ്റ് ബാൻ ചെയ്യുവാൻ ശ്രമിച്ചു. ആ ഡിബേറ്റ് മസ്റ്റ് വാച്ച് ആണ്. അതിന്റെ ഒരു ചെറിയൊരു റിവ്യൂ ഗ്രേസ് സെൽസിൽ നമ്മുടെ ഒരു സുഹൃത്ത് ചെയ്തതും ഞാൻ അതിന്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. സോ ബോട്ടം ലൈൻ, മാസ്ക് ഇട്ട ചേച്ചി പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഈ കോൺസ്പിറസി തിയറി വെസ്റ്റേൺ ലോകത്തിൽ ഓൾറെഡി റെഫ്യൂട്ട് ചെയ്ത് ഡിബങ്ക് ചെയ്ത ഒരു സംഭവമാണ്. അൺഫോർച്ചുനേറ്റ്ലി ഹിയർ വി ഹാവ് ടു സ്റ്റിൽ റെസ്പോണ്ട് ടു ദിസ്.